പൊന്നാനിയുടെ സ്വപ്ന പദ്ധതിയായ കപ്പൽ നിർമ്മാണശാലയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ജനുവരി 27ഓടെ പദ്ധതിയുടെ പൂർണ്ണരൂപം ലഭ്യമാകുമെന്നും പൊന്നാനി MLA P. നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ. പൊന്നാനിയുടെ സ്വപ്ന പദ്ധതിയായ കപ്പൽ നിർമ്മാണശാലയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ജനുവരി 27ഓടെ പദ്ധതിയുടെ പൂർണ്ണരൂപം ലഭ്യമാകുമെന്നും പൊന്നാനി MLA P. നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പൊന്നാനിയുടെ നീണ്ടകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കുന്നതിനായി മുഴുവൻ ആളുകളുടെയും സഹകരണങ്ങൾ ആവശ്യമാണെന്ന് MLA പറഞ്ഞു. പദ്ധതി നിർമ്മാണ പ്രദേശത്തെ 30 ഏക്കറോളം ഭൂമി നിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകുന്നതിനായി പ്രദേശത്ത് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള മീൻചാപ്പുകൾ നീക്കിക്കൊടുക്കേണ്ടത് മാരിടൈം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ്. ഷെഡുകൾ നീക്കം ചെയ്യാൻ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. ഈ യോഗത്തിൽ ഷെഡുകൾ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ പങ്കെടുക്കുകയും ഷെഡുകൾ നീക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട പ്രകാരം ഷെഡുകൾ ഹാർബറിനോട് ചേർന്ന് നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 200 കോടി മുതൽ മുടക്കിൽ ചെറുകിട കപ്പലുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യം. മത്സ്യബന്ധന ബോട്ടുകളും നിർമ്മിക്കാം. രണ്ടാം ഘട്ടത്തിൽ 1000 കോടിയുടെ വൻകിട കപ്പൽശാലയാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കപ്പൽ നിർമ്മാണശാലയായി പൊന്നാനി മാറുന്നതിനോടൊപ്പം മലബാറിലെ പ്രധാന വ്യാവസായിക ഹബ്ബായി പൊന്നാനി മാറും. കപ്പലെടുക്കുക എന്നത് ഒരു സ്വപ്നമായിട്ടുള്ളതാണ് പൊന്നാനിക്കാരെ പത്രപ്രവർത്തകന്മാരും മറ്റെല്ലാവരും പൊതുവെ എടുത്തിട്ടുള്ള ഇവിടുത്തെ ആവാസമുള്ളത്. അതിന് നിരന്തരമായ പല രൂപത്തിലേക്കുള്ള പല ഇടപെടലും നടത്തിയിരുന്നു. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് തറക്കല്ലിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് പല സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് പിന്നെ ആ പ്രൊജക്റ്റ് മുടങ്ങിപ്പോയി. അപ്പോഴും നമ്മളെ പൊന്നാനിക്കാരുടെ ചെറിയ സ്വപ്നം അവിടെ എടുക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം വലിയ രൂപത്തിലേക്കുള്ള ഒരു ശ്രമം നടത്തി നിരന്തരമായി നമ്മൾ നടത്തിയിട്ടാണ് ഇപ്പോൾ മാരിടൈം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ അവരൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി 29 ഏക്കർ സ്ഥലം കൊടുത്ത് ഒരു ടെൻഡർ ക്ഷണിച്ച് ആ ടെൻഡറിനകത്ത് ഇപ്പോൾ 2 പേര് പങ്കെടുത്ത് അതിൽ ഒരാൾ അവർക്ക് വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നത് വലിയ രൂപത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമാണ്. അതിൻ്റെ ഫസ്റ്റ് ടെൻഡർ കഴിഞ്ഞു. 27-ാം തീയതിയോടുകൂടി ഈ മാസത്തോടെ അതിൻ്റെ എല്ലാ ടെൻഡർ പൂർത്തീകരണവും കഴിയും. അതിന് നടപടികളെ സംബന്ധിച്ച് പിന്നെ സാങ്കേതികമായി ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. സാങ്ഷൻ അപ്പോൾ അത് പ്രാവർത്തികമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ കപ്പൽ വരെ ചെറിയ കപ്പലിന് നിർമ്മാണം ആരംഭിച്ച് വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഉള്ളത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ കപ്പലുകൾക്ക് ഇപ്പോൾ ആവശ്യമാണ് ഉള്ളത്. വിഴിഞ്ഞം വന്നതോടുകൂടി ഇവിടെ കേരളത്തിലും അതിൻ്റെ ആവശ്യം ഡിമാൻഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി ഒരു മസ്റ്റായിട്ട് ഒരു ആവശ്യമായിട്ട് വന്നൊരു ഘട്ടമാണ് ഇൻഡസ്ട്രി. ഇവിടെ അല്ലെങ്കിൽ എവിടെയായാലും സാധനം ഉണ്ടാക്കണം. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിലും കണ്ടെത്തി ഇട്ട് അവസാനം പൊന്നാനി ആപ്റ്റ് സ്ഥലമാണ്. പല കാരണങ്ങൾ കൊണ്ട് കപ്പൽ ചാനലിനടുത്ത സ്ഥലമാണ് എന്ന് അവർ വന്ന് നിരവധി സ്റ്റഡി നടത്തിയിട്ടാണ് അവർക്കുള്ളത്. അതിനുള്ള സാധാരണ ഒരു വേഗമായിട്ടുള്ള സ്റ്റഡിയല്ല. അവരിവിടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്ന് സ്റ്റഡി നടത്തി എക്സ്പെർട്സൊക്കെ വന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അവർ ഈ ടെൻഡറിലേക്ക് കടക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം പ്രാവർത്തികമാവുന്ന രൂപത്തിലേക്കാണ്. 1000 കോടിയോളം അവർ മുടക്കാൻ തയ്യാറാണ്. അവർക്ക് എനിക്ക് സൗണ്ടുള്ള ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം. 1000-ഓളം പേർക്ക് ഇതിൻ്റെ കംപ്ലീഷനോടുകൂടി ജോലിയും കിട്ടും, അനുബന്ധമായിട്ടുള്ള ജോലിയും കിട്ടും. ലോജിസ്റ്റിക് ഇൻഡസ്ട്രിക്കും വലിയ രൂപത്തിലേക്കുള്ള ബൂസ്റ്റിംഗ് വരും. ക്രമേണ അവർക്ക് ഇവിടെ പിന്നെ ഇതിൻ്റെ ടെർമിനൽ എന്ന രൂപത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ആവശ്യങ്ങൾക്കും ഈ കപ്പൽ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നാണ് പൂർണ്ണ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അതിനെ